സമയത്ത് വെജിറ്റേറിയൻ സോഴ്സിൽ നിന്നുള്ള അയൺ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8 മുതൽ 10% വരെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഗ്രാം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വെറും 8 ഗ്രാമേ ശരീരത്തിൽ അല്ലെങ്കിൽ 10 ഗ്രാമേ ശരീരത്തിലേക്ക് അബ്സോർബ് ആവുള്ളൂ. അതും വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ഒക്കെ ശരീരത്തിൽ വേണ്ടത്ര ഉണ്ടെങ്കിൽ. ഫെറിക് സാധനത്തിനെ പോലും ഫെറസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് വൈറ്റമിൻ സിക്ക് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ നോർമലി ഉള്ള ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്ക് വരെ ആസിഡിക് ആണ്, സ്റ്റൊമക്കിന് ശേഷം ആൽക്കലൈൻ ആണ്. അപ്പൊ ഈ ആൽക്കലൈൻ രീതിയിലുള്ള ചെറുകുടലിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് അതിനെ അബ്സോർബ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ട്രെയിൻഡ് ആണ് ആസ്കോബേറ്റ് അല്ലെങ്കിൽ വൈറ്റമിൻ. അയൺ ഡെഫിഷ്യൻസി ആയി തുടങ്ങി സ്റ്റോറേജ് ഓൾമോസ്റ്റ് തീർന്നു. അപ്പൊ ശരീരം ഒരു പരിപാടിയും കൂടി എടുക്കും, സിങ്കിനെ ഉപയോഗിച്ചിട്ട് ഈ അനീമിയെ കവർ ചെയ്ത് ആ റേറ്റിൽ കൂടുതൽ വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് പുറത്ത് കാണുമ്പോൾ ഒരു പ്രശ്നമില്ല, പക്ഷെ തൊടയുടെ മസിലിന്റെ അവിടെ ചതവുണ്ട്. ഈ ചതവ് വരുന്ന സമയത്ത്, മസ്കുലർ ആയിട്ട് ചതവ് വരുന്ന സമയത്ത് മയോഗ്ലോബിൻ ഹൈ കോൺസെൻട്രേഷനിൽ ബ്ലഡിലേക്ക് എത്തും. അതിന്റെ മഞ്ഞയോടടുക്കുന്ന ഭാഗത്ത് നല്ലോണം ഒരു ഡാർക്ക് കളർ ഉണ്ടാവാം. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ കുക്കിംഗ് ആണ് ഇവിടെയൊക്കെ പ്രശ്നം. ഈ ഓവർ കുക്ക് ആവുന്ന സമയത്ത് മുട്ടയ്ക്കകത്തുള്ള പ്രോട്ടീന്റെ കൂടെ തന്നെ അയൺ വളരെ ഫാസ്റ്റ് ആയിട്ട് അതിന്റെ യെല്ലോന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അവിടെ പോയിട്ട് അത് അടിയുണ്ടാക്കും, പ്രോട്ടീനുമായിട്ട് യോജിച്ച് പല കോമ്പിനേഷനിലേക്ക് എത്തും. അതാണ് അവിടെ ആ മഞ്ഞയ്ക്ക് ചുറ്റും കറുത്ത നിറത്തുക. ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ മുട്ട ഓവർ കുക്ക്. ഒന്നിലും ശ്രദ്ധ കിട്ടില്ല, പെട്ടെന്ന് ഇറിറ്റേഷൻ വരും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളില് ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെ കുട്ടികളുമായിട്ട് കൗൺസിലിംഗ് സെഷൻ ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ആദ്യം പറഞ്ഞൊരു കാര്യം, ഇത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിനെ സംബന്ധിച്ച കാര്യങ്ങളല്ലേ, പക്ഷെ പലതും ശരീരത്തിനെ സംബന്ധിക്കുന്നത് മനസ്സിനെ ബാധിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ചും. അപ്പൊ ഇത് നമുക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട് മാത്രമേ, അല്ലെങ്കിൽ രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കുട്ടികൾക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഹീമോഗ്ലോബിൻ ഒന്ന് ചെക്ക് ചെയ്യാം. അനീമിയ, അയൺ ആൻഡ് ന്യൂട്രീഷൻ. അയൺ എന്ന് പറയുന്നത് ഒരു ധാതുവാണ് അല്ലെങ്കിൽ മിനറൽ ആണ്. നമ്മുടെ ശരീരത്തിൽ മാക്രോ മിനറൽ കൂടുതൽ അളവിൽ ആവശ്യമുള്ള ഒരു മിനറൽ ആണ് അയൺ. ഇരുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്ത് ചില പാത്രങ്ങളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇരുമ്പിന്റെ ചട്ടികൾ ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് അങ്ങനെയും ശരീരത്തിൽ മിനറൽ ഫോമിലും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. ബട്ട് എനിവേ അത് ഒരു എസെൻഷ്യൽ സാധനമാണ്, നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയേ പറ്റും. ഓക്കെ, സോ എന്താണ് അനീമിയ എന്നുള്ളതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം, എന്നിട്ട് അടുത്തതിലേക്ക് പോകും. അനീമിയ എന്താണ്? ഇത് രക്തകോശങ്ങളാണ്, RBC, രക്തം എന്നല്ല, ചുവന്ന രക്താണുക്കളും ആ ഒരു കോശങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ നമ്മൾ ഒരാളുടെ ജീവിതം തുടങ്ങുന്നത് ഒരു മൂലകോശത്തിൽ നിന്ന്, അല്ലെ, ഒരു ഭ്രൂണം. ഈ ഭ്രൂണത്തിൽ തുടങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് അത്യാവശ്യമുള്ള ഒരു മിനറലാണ് അയൺ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവും കറക്റ്റ് ആയിട്ട് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ഫീറ്റസിനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല, ഭ്രൂണത്തിനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ ചെക്ക് ചെയ്യും, അമ്മയുടെ ഹീമോഗ്ലോബിൻ ലെവലൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കും. അനീമിയ എന്ന് പറയുന്നതിന് ഒരുപാട് വകഭേദങ്ങളുണ്ട്, വിളർച്ചയ്ക്ക് ഒരുപാട് വകഭേദങ്ങളുണ്ട്. അതിൽ 90% വരുന്നത് പ്യുവർലി അയൺ ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹീമോഗ്ലോബിൻ തന്നെയാണ് മാക്സിമത്തിലും കുറയുക, അല്ലെങ്കിൽ ചിലപ്പോൾ RBCയുടെ രൂപമാറ്റമൊക്കെ ഉണ്ടാവും, ചിലത് വലിപ്പം. അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. ബട്ട് കോമൺലി നോക്കുകയാണെങ്കിൽ ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയ എടുക്കുന്ന സമയത്ത് അമ്മമാരിൽ ഉണ്ടാവുന്ന ചില സിംറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹേർട്ട് ഫെയിലിയർ അല്ലെങ്കിൽ ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ട്രാക്കികാർഡിയ മീൻസ് അതിന്റെ ഹേർട്ട് ബീറ്റ് കൂടുക, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അമ്മമാരിൽ കാണുന്ന വേറൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അത് പ്രായം തികയാത്ത
പ്രായത്തിലേക്ക് എത്തുക, അല്ലെങ്കിൽ ആ പ്രായം തികയാതെ തന്നെ ചിലപ്പോൾ ഡെലിവറി ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞാലും, ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നീടും ഓൾറെഡി ബ്ലഡ് ഫ്ലോ ഉള്ളതുകൊണ്ട്, അതിപ്പം സിസേറിയൻ ഡെലിവറി ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, അപ്പോഴൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാവും. ബട്ട് ഇതൊക്കെ ബാധിക്കുന്നത് ബ്രെയിൻ ഹെൽത്തിനെ കൂടിയാണ്. കാരണം ബ്രെയിനിലേക്ക് വേണ്ട ഓക്സിജൻ, ഹീമോഗ്ലോബിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൂടി പറഞ്ഞിട്ട് ഇതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഹീമോഗ്ലോബിൻ എന്തിനാണ് ശരീരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തില് ഓക്സിജൻ, ശ്വാസത്തിലൂടെ നമ്മൾ ഓക്സിജൻ എടുക്കും. ഓക്സിജൻ മാത്രമല്ല, എയറിനകത്ത് നൈട്രജനാ കൂടുതൽ, മറ്റ് പല വാതകങ്ങളും ഉണ്ട്. ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ലങ്സിലേക്ക് എത്തിക്കും ശ്വാസം എടുക്കുമ്പോൾ. ഈ ലങ്സിനകത്ത് വെച്ചിട്ട് വളരെ ഫിൽട്ടേർഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ സെലക്റ്റീവ് ആയിട്ട് ഓക്സിജനെ അകത്തേക്ക് എടുക്കും. ഈ ഓക്സിജനെ എടുക്കുന്നത് രക്തകോശങ്ങളാണ്. രക്തകോശങ്ങളിൽ ഹീമോഗ്ലോബിൻ, RBCയിലുള്ള ഹീമോഗ്ലോബിൻ അതിനെ കളക്ട് ചെയ്യും. ആക്ച്വലി RBC കളക്ട് ചെയ്യുന്നത് വരെ നീല കളറിലായിരിക്കും. ഈ ഓക്സിജൻ എത്തുമ്പോഴേക്ക് അത് ചുവന്ന നിറത്തിലേക്ക് മാറുകയാണ് ചെയ്യുക. ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജന് തന്മാത്രകളുമായിട്ട് യോജിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഒരു ഹീമോഗ്ലോബിൻ ഒരു കോശത്തിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ 4 ഓക്സിജൻ തന്മാത്രകളാണ് കൊടുക്കുന്നത് കോശത്തിന്. ഇതാണ് ഒരു പ്രവർത്തനത്തിന് വേണ്ട, മീൻസ് അവിടെ എത്തിയിട്ട് എന്താ ചെയ്യുക, കോശത്തിലെ ഈ ഹീമോഗ്ലോബിൻ ഓക്സിജൻ എത്തിച്ചു കഴിഞ്ഞാൽ സെല്ലുലാർ ആയിട്ടുള്ള കോശജ്വലനം അല്ലെങ്കിൽ സെല്ലുലാർ ലെവലിലുള്ള റെസ്പിറേഷൻ എന്നൊക്കെ പറയാം, ആ ഒരു കാര്യം നടക്കും. അവിടെ RNA എനർജി ക്രിയേറ്റ് ചെയ്യും, DNA സിന്തസിസ് നടക്കും. അത് ടോട്ടൽ സെല്ലിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ സെല്ല് അതിന്റെ പ്രവർത്തനം കംപ്ലീറ്റ് ആക്കും. എന്നിട്ട് അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചു വരും, അത് ശ്വാസത്തിലൂടെ തിരിച്ച് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയൊരു സിറ്റുവേഷൻ നടക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിനാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ള ഒരു സ്ഥലം. അപ്പോ അമ്മമാരില് ഈ ഒരു സമയത്ത് ഹീമോഗ്ലോബിൻ കുറവായാൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രെയിനിലേക്ക് വേണ്ട ഓക്സിജൻ ഫ്ലോ കുറയുകയും അത് നെർവസ് സിസ്റ്റത്തിന് ടോട്ടലായിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യാം. കുറെ ചെറിയ ചെറിയ പാട്ടിലേക്ക് ഞാൻ പോകുന്നില്ല, ബട്ട് അത് അങ്ങനെ ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് കൂടാതെ ഞാനിപ്പോ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ഭ്രൂണത്തിലേക്കായിരുന്നു. മീൻസ് നമ്മള് ചെറുപ്പത്തില് അമ്മയുടെ പറഞ്ഞത് അമ്മമാരിൽ നിന്നാണ് ഇത് ടെസ്റ്റിംഗ് തുടങ്ങുക എന്നുള്ളതുകൊണ്ട് അമ്മയെ പറ്റി സൂചിപ്പിച്ചു മാത്രം. അവിടെ നിന്ന് ശരിക്കും ആ ഫീറ്റസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫീറ്റസില് ഹീമോഗ്ലോബിൻ അമ്മയ്ക്ക് കുറയുമ്പോഴാണ് തീർച്ചയായിട്ടും ഫീറ്റസിലും ഹീമോഗ്ലോബിൻ കുറയുക. അപ്പോഴത് മിസ്കാരേജിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഈവൻ ചെറുപ്പകാലങ്ങളിൽ ഇൻഫന്റ് ആയിരിക്കുമ്പോഴേ തന്നെ അനീമിയ അല്ലെങ്കിൽ ആ ഒരു അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള കാരണങ്ങളോ ഒക്കെ എത്തിക്കാം. നല്ല രീതിയിലുള്ള വളർച്ച ഉണ്ടാവില്ല. അവിടെ വളർച്ച എന്ന് മാത്രമല്ല, വളർച്ച തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കാം. ഓക്കെ, കുട്ടികളില് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ചെറിയ കുട്ടികളിൽ. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഗവൺമെന്റ് ഇത്രമാത്രം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം. അവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ഒന്നിലും ശ്രദ്ധ കിട്ടില്ല, പെട്ടെന്ന് ഇറിറ്റേഷൻ വരും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളില് ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെ കുട്ടികളുമായിട്ട് കൗൺസിലിംഗ് സെഷൻ ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് ആദ്യം പറഞ്ഞൊരു കാര്യം, ഇത് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിനെ സംബന്ധിച്ച കാര്യങ്ങളല്ലേ, പക്ഷെ പലതും ശരീരത്തിനെ സംബന്ധിക്കുന്നത് മനസ്സിനെ ബാധിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ചും. അപ്പൊ ഇത് നമുക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട് മാത്രമേ, അല്ലെങ്കിൽ രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കുട്ടികൾക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഹീമോഗ്ലോബിൻ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് അതുപോലെ തന്നെ അവർക്ക് മുടികൊഴിച്ചിലുണ്ടാവുക. മുടികൊഴിച്ചിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എന്താണ്, അവർക്ക് ഈവൻ കാണുമ്പോൾ തന്നെ സ്വന്തമായിട്ട് ഒരു അപകർഷതാബോധം തോന്നും, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അല്ലെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ, ഈവൻ അവർ ഭക്ഷണം കഴിക്കുന്നതിൽ വളരെ സെലക്റ്റീവ് ആവുന്നതൊക്കെ ആക്ച്വൽ അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവാം. ചില കുട്ടികള് കൂടുതലായിട്ട് പാല് കുടിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മള് ഒരുപക്ഷെ ചെറിയ കന്നുകാലി കുട്ടികള് കണ്ടു കഴിഞ്ഞാൽ അത് ഇങ്ങനെ മണ്ണൊക്കെ തിന്നുന്നതാണ്. രണ്ട് കാര്യം കൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പല്ലിനെ മോണകൾക്കും ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അതിന്റെ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി മിനറൽ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ആ ഡെഫിഷ്യൻസി കവർ ചെയ്യാൻ അത് പലതും തിന്നാൻ പോകും.
ഇതേ ഒരു പ്രാക്ടിക്കൽ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ബുദ്ധിയുള്ളതായതുകൊണ്ട് ഒരുപക്ഷെ സെലക്റ്റീവ് ആയിട്ട് മണ്ണ് കഴിക്കില്ല, പക്ഷെ ആവശ്യമില്ലാത്ത കുറേ പ്രത്യേകിച്ചും ഹൈ ഡെൻസിറ്റി ഉള്ള അല്ലെങ്കിൽ ഹൈ ഫാറ്റ് ഉള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നോക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, നമ്മുടെ കുട്ടികൾ കൂടുതൽ ഈ എന്താ ഫ്രൈ ഫുഡ് അല്ലെങ്കിൽ കൂടുതൽ മസാലകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു റീസൺ ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. ഓക്കെ, പിന്നെ അടുത്തത് നമ്മൾ കുറച്ചുകൂടി പ്രായമായ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ അറിയാം. എങ്ങനെയാണ്? പെയിൽ വിളർച്ച എന്ന് പറയുന്നത് ശരിക്കും അവിടെ അങ്ങ് കാണാനുണ്ടാവും. എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കാണും. ഒരുപക്ഷെ മഞ്ഞപ്പിത്തം വന്നതാണെന്ന് സംശയിക്കുന്ന രീതിയിൽ പോലെ എത്താം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നഖങ്ങളിൽ കാണുക, നഖങ്ങളുടെ ഇടയിൽ ഒരു പെയിൽനെസ് വരും. സ്കിന്നിന് മൊത്തത്തിൽ ആ കളർ ഡീകളറേഷൻ വന്ന പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ണിനകത്ത് ആ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും. അത് ശരിക്കും ഇവിടെ റെഡ് എന്ന് എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ട്. സിവിയർ അനീമിയ വരുന്ന സമയത്ത് തലചുറ്റലുകൾ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ ഉണ്ടാവും. ഒരുപക്ഷെ നമുക്ക് സംശയം വരും, ഇത് ശരിക്കും ഗ്യാസ്ട്രിക് പെയിൻ ആണോ അല്ല ആക്ച്വൽ ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പെയിൻ ആണോ എന്ന്. BP കുറയാം. നമുക്ക് ശ്വാസം മുട്ടൽ പെട്ടെന്ന് വരും. അല്ലെങ്കിൽ ശ്വാസം മതിയാവാത്ത രീതിയിൽ നമ്മൾ ആസ്മ വന്ന പോലെ വലിക്കാൻ തുടങ്ങും. ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈവൻ ചില കുട്ടികളിലും വളരെ സിവിയർ ആയിട്ട് ഈ ഒരു അവസ്ഥയിൽ കാണാറുണ്ട്. പക്ഷെ കുട്ടികളുടെ അത്ര എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യും, നമ്മൾ അറിയും അതിനെ പറ്റിയിട്ട്. പ്രായമാകുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിനെ നെഗ്ലക്ട് ചെയ്യും. ആ നെഗ്ലക്ട് ചെയ്യുന്നത് അയണിനെ സംബന്ധിച്ച് വളരെ പ്രൊലോങ് ആവുന്ന സമയത്ത്, വളരെ കൂടുതൽ കാലം ചെയ്യുന്ന സമയത്ത് മാത്രമേ ശരീരം അത് നമ്മളെ അറിയിക്കൂ, അല്ലെങ്കിൽ അറിയിക്കില്ല. അതുകൊണ്ടാണ് സിംറ്റംസ് നോർമലി അഡൾട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ അത്ര തന്നെ നമ്മൾ അറിയാത്തത്, അല്ലെങ്കിൽ അതിന് കുറെ ഡെപ്തിലേക്ക് നമുക്ക് പഠിക്കേണ്ടി വരുന്നത്. ഓക്കെ, അടുത്ത സയൻസ് എന്ന് പറയുന്നത് കുറച്ചു നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രായമുള്ളവരിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മധ്യവയസ്കര് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള നമ്മളിലൊക്കെ പെട്ടെന്നുള്ള ക്ഷീണം, തലവേദന, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ഒരുപക്ഷെ കൂടുതൽ കണ്ടിട്ടുണ്ടാവുക, അല്ലെ? ഈ തലവേദനയ്ക്കൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിനിലേക്ക് ഓക്സിജൻ എത്തുന്നതുമായിട്ട് ബന്ധമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി, നമ്മുടെ മാത്രമല്ല കുട്ടികളിലും പഠനത്തിന് വൈകല്യം കാണുന്നത് ഒരുപക്ഷെ അയണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ ഉണ്ടാവുന്ന മറ്റ് എന്താ പറയാ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ മാറി വേറെ ഏതെങ്കിലും ഡൈവേർട്ട് ആയി പോകും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ക്ഷീണമാണ് ഓൾമോസ്റ്റ് എല്ലാ പ്രായത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം. അനീമിയയെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ട് അനീമിയ വരുന്നു എന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അനീമിയ വരാൻ പല കാരണങ്ങളും ഉണ്ട്. ഒന്ന് ബ്ലഡ് ലോസ് എന്ന് പറയാം. ബ്ലഡ് ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത് എന്തുകൊണ്ടാണ് അനീമിയ വരുന്നത്, അതിന്റെ കോസ് എന്താണ്, കാരണം, മൂലകാരണം. ചില ആൾക്കാർ കൂടെ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്നവരുണ്ടാവും, അവരിലുണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി ചെയ്തവരിലുണ്ടാവാം. സർജറി മാത്രമല്ല, ചില ആൾക്കാരിൽ ഇന്റേണലി എന്തെങ്കിലും സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈനോ ലാർജ് ഇൻറ്റസ്റ്റൈനോ ആയിട്ട്, ചെറുകുടലും വൻകുടലും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് നമ്മൾ അറിയാതെ ബ്ലഡ് ലോസിലേക്ക് പോകും. എന്നിട്ട് അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാം. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ കുറയാം, അനീമിക് ആവാം. അത് കൂടാതെ ചിലപ്പോ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഓവർ ബ്ലീഡിങ്, എക്സസീവ് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്തും ഉണ്ടാവാം. ആക്ച്വൽ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ വേറൊരു റീസൺ കൂടിയുണ്ട്. ആക്ച്വൽ അമ്മയ്ക്കും കുട്ടിക്കും വേണ്ട മുഴുവൻ ഹീമോഗ്ലോബിനും പോകേണ്ടത്, അത് ഈവൻ ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിലും പോകേണ്ടത് തീർച്ചയായിട്ടും ഈ അമ്മയുടെ ശരീരത്തിൽ നിന്ന് തന്നെയാണ്, അല്ലെ? ചെറിയ മുലപ്പാൽ കുടിക്കുന്ന കുട്ടി ആകുമ്പോൾ അങ്ങനെ തന്നെയല്ലേ പോകേണ്ടത്. അപ്പൊ ആ സമയത്ത് അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണത്തിൽ അത് കൂട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി മറ്റ് ഇഷ്യൂസിലേക്ക് എത്താം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നോർമൽ RBCയുടെ ഫോർമേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ അതിന്റെ ഫോർമേഷൻ, RBCക്ക് പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? പ്രോട്ടീൻ ആണ്. നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. അത് RBC ആണെങ്കിലും അതെ. അപ്പൊ ഈ RBCയുടെ നോർമൽ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെങ്കിൽ അതിന് ആയുസ് വളരെ കുറവാട്ടോ. RBCക്ക് ആയുസ് കുറവാണ്. ഇതുകൊണ്ട് എന്താണ്, നമ്മുടെ കരള് നല്ല രീതിയിൽ പ്രവർത്തിക്കണം.
എന്നാൽ മാത്രമേ ഈ മോശമായ RBC അല്ലെങ്കിൽ പ്രായം തികഞ്ഞ RBCയിൽ നിന്ന് ഹീമോഗ്ലോബിൻ റിക്കവർ ചെയ്തിട്ട്, അയൺ റിക്കവർ ചെയ്തിട്ട് ലിവർ അതിനെ തിരിച്ച് സ്റ്റോർ ചെയ്യോ അല്ലെങ്കിൽ പുതിയ RBC ഉണ്ടാക്കാനോ ഉപയോഗിക്കുകയോ ചെയ്യും, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ അന്നേരം കൊടുക്കും. ഈ കൊടുക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ലിവർ നന്നായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ. അത് കൂടാതെ മറ്റൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ RBCയുടെ പ്രൊഡക്ഷൻ വളരെ കൂടുക എന്നുള്ളതാണ്. അത് ചില ക്യാൻസറുകളിലൊക്കെ കാണാം. എക്സസീവ് ആയിട്ട് അത് RBC ഉണ്ടാക്കുന്ന സമയത്ത്, ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്ന സമയത്ത്, അത് WBC ആണെങ്കിലും ഉണ്ടാവും. WBC RBCയെ വളരാൻ വിടില്ല, വേണ്ടത്ര വളർച്ച എത്താനോ അല്ലെങ്കിൽ വേണ്ടത്ര അളവിൽ ഉണ്ടാക്കാനോ വിടില്ല. അതുമൊക്കെ അതിന്റെ ഒരു റീസൺ ആയിട്ട് വരാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനിൽ വരുന്നത് അതിന്റെ മോർഫോളജി അല്ലെങ്കിൽ അതിന്റെ ഷേപ്പും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ പണ്ട് കാലത്ത് പഠിച്ചൊരു രോഗമുണ്ട്, സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞിട്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ഒരു പേര് കേട്ടിട്ടുണ്ടാവും. RBCയുടെ ഷേപ്പ് ഒരു അരിവാളിന്റെ ഷേപ്പിലേക്ക് എത്തുന്നതാണ് സിക്കിൾ സെൽ അനീമിയ എന്നുള്ള രീതിയിൽ മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ആക്ച്വലി അത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഹീമോഗ്ലോബിൻ മാത്രമല്ല, RBCയുടെ ഫോർമേഷൻ കറക്റ്റ് ആകുമ്പോൾ ഈ ഹീമോഗ്ലോബിൻ RBCക്ക് അകത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വരും, അല്ലെങ്കിൽ അതുമായിട്ട് അറ്റാച്ച് ആവാത്ത സ്ഥിതിയിലേക്ക്. അപ്പൊ ആ RBCയുടെ ഷേപ്പ് എങ്ങനെയുണ്ട്? നോർമൽ ആണോ, അല്ല അത് മാക്രോസൈറ്റിക് ആണോ, മെഗാലോബ്ലാസ്റ്റിക് എന്നൊക്കെ, അതിന് പല വകഭേദങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ബട്ട് സംതിങ് ഈസ് റിലേറ്റഡ് ടു ദ ഷേപ്പ് ഓഫ് RBC. ഇത്രയും മനസ്സിലാക്കാം. ഓക്കെ. ഇത് തന്നെ നമുക്ക് റിപ്പോർട്ടുകൾ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. എങ്ങനെയാണ്? നമ്മുടെ ബ്ലഡ് CBC എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് MCV, മീൻ കോർപ്പസെല്ലുലാർ വോളിയം എന്ന് പറയും. മീൻസ് ഒരു RBCയുടെ വോളിയം എത്രയുണ്ട്. MCHC, അതിന്റെ ഹീമോഗ്ലോബിൻ അതിനകത്ത് എത്ര നിൽക്കുന്നുണ്ട്, മീൻ കോപ്പർ സെല്ലുലാർ, അതും ആ സെല്ലിനകത്ത് എത്രയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കാണിക്കുന്നത്. ഹൈപ്പോക്രോമിക് എന്ന് പറയുന്ന സമയത്തേക്ക് അവിടെ MCHCയും MCVയും ഒക്കെ ലോ ലെവലിലേക്ക് വരും. അതുപോലെ തന്നെ മാക്രോസൈറ്റിക്, അതിന്റെ സൈസ് വലുതാവുന്ന സമയത്ത് അതിനകത്തുള്ള വോളിയം കൂടുകയും ഒരുപക്ഷെ ഹീമോഗ്ലോബിൻ അതിനകത്തേക്ക് എഗെയിൻ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരികയും ചെയ്യും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എഗെയിൻ ഇവിടെയൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഈ MCHCയും MCVയും ഒക്കെ അതിന്റെ ഏറ്റക്കുറച്ചിൽ കാണുമ്പോഴേക്ക് ഒരു ഡോക്ടർക്ക് അതിനെ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇതിൽ തന്നെ മറ്റു പല അനീമിയകളും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കുറെ ഡെപ്തിലേക്ക് ഉള്ള ഒരു സ്ലൈഡ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കംപ്ലീറ്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അത് നമുക്ക് തലയിൽ കയറില്ല. ബട്ട് അപ്ലാസ്റ്റിക് അനീമിയ എന്നൊക്കെ പറയുന്നതില് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ചിലപ്പോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയാം, നമ്മുടെ ശരീരകോശങ്ങൾ നമ്മുടെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയോ, അതൊരു പക്ഷെ നമ്മുടെ ക്യാൻസർ പോലെയുള്ള സിറ്റുവേഷനിലാണ്, അതല്ലെങ്കിൽ എക്സസീവ് ആയിട്ട് ടോക്സിൻസ് ഉണ്ടാകുമ്പോഴോ, നമ്മളെ എൻവയോൺമെന്റിൽ കഴിക്കുന്ന ഭക്ഷണത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ എക്സസീവ് ടോക്സിൻസ് ഉണ്ടാകുമ്പോഴോ ഒക്കെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം. ഈവൻ വൈറൽ ഇൻഫെക്ഷനിലും ഇതുണ്ടാവാം. പെർനീഷ്യസ് അനീമിയ എന്ന് പറയുന്നത് വൈറ്റമിൻ B ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇവിടെ പ്രധാനമായിട്ട് വൈറ്റമിൻ B എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള RBCയുടെ പ്രൊഡക്ഷനും ഹീമോഗ്ലോബിന്റെ ആ ഒരു കൺവേർഷനും അതിനകത്ത് ഓക്സിജൻ നിൽക്കാനുള്ള ഒരു കഴിവിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് കണക്ട് ആവുന്നത് എഗെയിൻ ഇവിടുത്തെ വൈറ്റമിൻ B ആയിട്ട് മാത്രമാണ്. ഓക്കെ. സോ ശരിക്കും നമ്മുടെ ഫാക്ടേഴ്സ് എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡയറ്ററി ഫാക്ടേഴ്സ്. സപ്പോസ് ഒരു എൽഡർലി ആയിട്ടുള്ള ഒരാളില് നമ്മുടെ ലോ അയൺ ഇൻപുട്ട് കൂടി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ വേറൊരു രീതിയിലാണ് എഫക്ട് ചെയ്യുക. അവിടെ റിസ്ക് കൂടും. അതേ ആള് തന്നെ ഈവൻ ഒരു പൂവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ അയാളുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എഗെയിൻ അത് ദഹിക്കാനോ അല്ലെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനോ ഉള്ള കഴിവ് കുറയും. അങ്ങനെ റിസ്ക് കൂടും. ഇത് ജസ്റ്റ് ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ്, അത് ക്ലാരിറ്റിയും കുറച്ച് കുറവാണ്. ബട്ട് നമ്മൾ പല ഡയറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു റിസ്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പറയാറില്ലേ, നമ്മൾ നല്ല രീതിയിൽ ഞാൻ ഡയറ്റ് ചെയ്തു, പക്ഷെ ഡയറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മറ്റു പ്രശ്നങ്ങൾ കൂടി.
അതിനൊക്കെ ഒരു റീസൺ വരുന്നത് ഈ ഒരു കാര്യമാണ്. മറ്റൊന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫൈറ്റേറ്റുകൾ, ഓക്സലേറ്റുകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പല മിനറലുകളും, പ്രത്യേകിച്ച് ഇലക്കറികളിലൊക്കെയുള്ള മിനറലുകൾ, അത് നിൽക്കുന്നത് ഒറ്റയ്ക്കല്ല. അത് ഈ ഫൈറ്റേറ്റ് ഓക്സലേറ്റ് കോമ്പിനേഷനിലാണ് ഉണ്ടാവുക. അങ്ങനെ ആവുന്ന സമയത്ത് എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് അതുപോലെ അങ്ങ് എക്സ്ക്രീറ്റ് ആയി പോകും, വേസ്റ്റ് ആയി പോകും. പക്ഷെ ഈ ഓക്സലേറ്റിനെയും ഫൈറ്റേറ്റിനെയും സ്പ്ലിറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരാള് പ്രോട്ടീനാണ്. പല അമിനോ ആസിഡ്സുകൾക്കും ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ അറിയാം. അപ്പൊ അതെന്ത് ചെയ്യണം? നമ്മൾ കഴിക്കുന്ന ഇലക്കറികള് നല്ല രീതിയിലുള്ള പ്രോട്ടീനുമായിട്ട്, അതിന് ഏറ്റവും എളുപ്പം വിത്തുകൾ എന്ന് പറയാം. നമ്മൾ ചക്കക്കുരു അല്ലെങ്കിൽ ഇതുപോലെയുള്ള പലതരത്തിലുള്ള വിത്തുകൾ, പരിപ്പും മുരിങ്ങയിലയും, ഇങ്ങനെയുള്ള കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കൂടുതൽ ബെനിഫിറ്റഡ് ആണ്. ഓക്കെ. പിന്നെ ഒരു കാര്യം ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ചായ കാപ്പിയാണ്. ആക്ച്വലി നമ്മുടെ സ്വഭാവം, പ്രത്യേകിച്ച് പ്രാതലിന്റെ കൂടെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ ഒന്നിച്ച് തന്നെ ചായ കുടിക്കുക എന്നുള്ളതാണ്. അത് ഈ ഒരു അയൺ കണ്ടന്റിന് മാത്രമല്ല, ഒരുപാട് തരത്തിലുള്ള മിനറൽ അബ്സോർപ്ഷനെ ബാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ചായ കാപ്പിയിലുള്ള ടാനിൻസ് ഒക്കെ പല വിറ്റമിൻസിനെയും ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഒരു സ്വഭാവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റുന്നത് വളരെ നല്ലതാണ്. ഇനി അഥവാ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചായ കുടിക്കണമെങ്കിൽ ഒരു അരമണിക്കൂർ ഗ്യാപ്പെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ചായ കാപ്പിയുടെ അളവ് കൂടിക്കഴിഞ്ഞാലോ, എഗെയിൻ ഇന്നലെ ഞാൻ സംസാരിച്ച ഒരാള് 8 കാപ്പി അല്ലെങ്കിൽ ചായ കുടിക്കും. എത്ര സമയത്തിന് കുടിക്കുന്ന അങ്ങനെ കൺഫേം ഒന്നുമല്ല. അയാൾ കുടിക്കുന്ന ചായയൊക്കെ മധുരം ഇടാത്ത ചായയാണ്. പക്ഷെ മധുരം ഇടാത്ത ചായ എന്നുള്ളത് കൊണ്ട് അയാളുടെ ഷുഗറുമായിട്ട് അതിനെ റിലേറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് അയാൾക്ക് ഈ എക്സസീവ് ആയിട്ട് കയറുന്ന ടാനിൻസ് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുക. ഓക്കെ. ശരിക്കും നമ്മുടെ ശരീരത്തില് അയൺ അബ്സോർബ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനമാണ് വൈറ്റമിൻ സി. ഈ വൈറ്റമിൻ സി എങ്ങനെ ചെയ്യുന്നു എന്ന് പല സ്റ്റഡീസും നടന്നിട്ടുണ്ട്. പക്ഷെ ആ സ്റ്റഡീസിലൊന്നും ഒരുപാട് ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്നാൽ അനീമിക് ആയ ആൾക്കാരിലൊക്കെ വൈറ്റമിൻ സി കുറവാണ്. ഒരുപക്ഷെ ഈ കുറവായത് കൊണ്ടായിരിക്കും അവിടെ ക്ലാരിറ്റി കിട്ടാത്തത്. എന്തായാലും വൈറ്റമിൻ സിയുടെ ഒരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറിക് ഫോമിലുള്ള, നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള അയൺ ആണ് കയറുക. ഒന്ന് ഫെറിക് ആയിരിക്കും അല്ലെങ്കിൽ ഫെറസ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അയൺ കോമ്പിനേഷൻ മീൻസ് Fe3+, Fe2+ എന്ന് അതിന് പറയാം. Fe3+ എന്ന് പറഞ്ഞാൽ ഫെറിക്, Fe2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെറസ്. അത് അതിന്റെ കെമിക്കൽ ഫോർമുലയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ. ഫെറസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന പല ടാബ്ലറ്റുകളും ഫെറസ് സൾഫേറ്റ് മോഡലിലുള്ളതായിരിക്കും. അയൺ ഡെഫിഷ്യൻസി വന്നിട്ട് കഴിക്കുന്ന പല സാധനങ്ങളും. ഈ ഫെറിക് സാധനത്തിനെ പോലും ഫെറസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് വൈറ്റമിൻ സിക്ക് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ നോർമലി ഉള്ള ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്ക് വരെ ആസിഡിക് ആണ്, സ്റ്റൊമക്കിന് ശേഷം ആൽക്കലൈൻ ആണ്. അപ്പൊ ഈ ആൽക്കലൈൻ രീതിയിലുള്ള ചെറുകുടലിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ട് അതിനെ അബ്സോർബ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ട്രെയിൻഡ് ആണ് ആസ്കോബേറ്റ് അല്ലെങ്കിൽ വൈറ്റമിൻ സി. ഓക്കെ. പിന്നെ ഒരു ഇത് അതിൽ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ, വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നില്ല. ഓക്കെ. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിൽ കോമൺലി അനീമിയ കൂടി കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട, ഞാൻ ബി വിറ്റമിൻ എന്ന് കോമൺ ആയിട്ട് പറഞ്ഞിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ B6. അത് പൈറിഡോക്സിൻ എന്നാ പറയാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിൽ വരുന്ന പല മാൽഫങ്ഷനും, വൈറ്റമിൻ ബി ഓട്ടോമാറ്റിക്കലി നമ്മുടെ നെർവസ് സിസ്റ്റം, B6 നെർവസ് സിസ്റ്റമായിട്ട് കണക്ട് ആണ്. അത് കൂടാതെ നമ്മുടെ ശരീരത്തിലെ മൈക്രോസൈറ്റിക് ആയിട്ടുള്ള അനീമിയയെ തടയാനും ഇത് വൈറ്റമിൻ B6 സപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ വിറ്റമിൻ ബി കോംപ്ലക്സ് ഒക്കെ സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട ബി വിറ്റമിൻ ആണ് വിറ്റമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ്, ഫോളേറ്റ് എന്നൊക്കെ പറയാം. മാക്രോസൈറ്റിക്, നേരത്തെ ഞാൻ പറഞ്ഞ മൈക്രോ ആയിരുന്നു, ഇപ്പൊ മാക്രോസൈറ്റിക് ആയിട്ടുള്ള അനീമിയ മീൻസ് ഈ RBCയുടെ സൈസ് വലുതാവുന്നത്, ആ ഒരു സമയത്ത്
നമ്മുടെ ഇൻഹിബിഷൻ നടക്കാതിരിക്കാൻ. ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RBCയുടെ കറക്റ്റ് ഫോർമേഷന് വേണ്ടിയിട്ട് വൈറ്റമിൻ B9ഉം B12ഉം വേണം. ഓക്കെ, B12 ഒക്കെ ഇപ്പൊ കോമൺ ആയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. ഹീമോഗ്ലോബിൻ മാത്രമല്ല, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഇതൊക്കെ പൊതുവെ ചെക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഈ വൈറ്റമിൻ B12നൊക്കെ എന്താണ് ഇവിടെ റോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞ ഓക്സിജൻ കോശങ്ങൾക്കകത്തേക്ക് എത്തിക്കും. കോശങ്ങൾക്കകത്ത് RNA എനർജി ഉണ്ടാക്കും, DNA അതിന്റെ സ്പ്ലിറ്റിംഗ് ത്രൂ എക്സാക്ട് ആയിട്ടുള്ള ഒരു സീറോസ്കോപ്പി ഉണ്ടാക്കും, അല്ലെ? കോശ വിഭജനം നടക്കുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഈ DNA ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാൻ ഇത് വിടൂല. ഇൻ കേസ് വൈറ്റമിൻ B12ന്റെയോ വൈറ്റമിൻ B9ന്റെയോ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. അപ്പൊ എവിടെയാ കോശ വിഭജനം കൂടുതലായിട്ട് ആവശ്യമുള്ളത്? പ്രത്യേകിച്ച് അമ്മമാരില്, അല്ലെ? ഒരു ഭ്രൂണം വളരുന്ന സമയത്ത് അവിടെ കോശ വിഭജനം ശരിയായ രീതിയിൽ നടക്കണം. അതാണ് വിറ്റമിൻ B9 ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ കൂടെ തന്നെ അയണിന്റെ കൂടെ എടുക്കാൻ പറയുന്നത്. പ്ലസ് അത് നെർവസ് സിസ്റ്റം ഫങ്ഷനിങ്ങിന് വളരെ ബെനിഫിഷ്യൽ ആണ്. അപ്പൊ ഒരു കുഞ്ഞിന്റെ ഭ്രൂണത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 2 മാസത്തിലാണ് ആ നെർവസ് സിസ്റ്റം വളരുന്നത്, അല്ലെങ്കിൽ അത് വളരെ സ്റ്റേൺ ആവുന്നത്. പക്ഷെ സാധാരണഗതിയിൽ ഒരാള് കൺസീവ് ആണോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയോ എന്ന് നമ്മൾ അറിയുമ്പോഴും മിക്കവാറും 2 മാസം കഴിയും, അല്ലെ? അതുകൊണ്ട് തന്നെ ആ സമയത്ത് അയൺ പോലെ തന്നെ വൈറ്റമിൻ B9, B12 ഇത് രണ്ടും ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ പൊതുവെ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരടുത്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയം മുതൽ തന്നെ നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. വൈറ്റമിൻ B12 ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതിൽ കോമൺ ആയിട്ടുള്ള ചിലത് ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. RBC ഫോർമേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, DNA സിന്തസിസിനും വളരെ എസെൻഷ്യൽ ആണ്. ഓക്കെ, ഇത് കൂടാതെ ഒരു അനീമിയ കൂടിയുണ്ട്, അല്ലെങ്കിൽ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഘടകം കൂടിയുണ്ട്. അതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ആക്ച്വലി ഒരു ചാനൽ ഇവിടെ ഞാൻ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മള് ഡയറ്ററി ഇൻടേക്ക് പ്രോട്ടീന്റെ അളവ് കുറച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെറ്റബോളിസം കുറയും. മെറ്റബോളിസം കുറയുമ്പോൾ ഓക്സിജന്റെ അളവ് കുറവേ വേണം. ഓക്സിജൻ എന്തിനാ? കത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? കോശങ്ങളിൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മെറ്റബോളിസം നടക്കുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറവേ ഓക്സിജൻ വേണ്ടു. കുറവ് ഓക്സിജനാ വേണ്ടതെങ്കിൽ എന്ത് സംഭവിക്കും? കിഡ്നി പറയും, ഓക്കെ നിങ്ങൾ തൽക്കാലത്തേക്ക് പണി നിർത്തിക്കോന്ന് പറയും. അങ്ങനെ പണി നിർത്തുമ്പം എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്ന ആ പ്രോട്ടീൻ ഫോർമുലേഷൻ അവിടെ ഉണ്ടാക്കുന്നില്ല. ഇതൊരു ഹോർമോൺ ആണ്. ഒരു ഹോർമോൺ മറ്റ് പല കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യും, ഇൻക്ലൂഡിങ് ഗ്രലിൻ ആൻഡ് ലെപ്റ്റിൻ. ഇവിടെ ഗ്രലിനും ലെപ്റ്റിനും കൺട്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിശപ്പ് കുറയും, അല്ലെങ്കിൽ വിശപ്പ് പെട്ടെന്ന് കൂടും. അപ്പൊ പക്ഷെ നമുക്ക് അവിടെ വിശപ്പ് അയണുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കില്ല, നമ്മൾ അവിടെ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത പലതുമായിട്ടുള്ള വിശപ്പുണ്ടാവും. ക്രേവിങ്സ് എന്ന് പറയാം അതിന്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിലേക്ക് എഗെയിൻ RBC പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് എസെൻഷ്യൽ അല്ലാത്ത മറ്റു പല സാധനങ്ങളും മറ്റു പല സ്ഥലങ്ങളിലും സ്റ്റോർ ചെയ്യാനും ഒരുപക്ഷെ ഒബിസിറ്റിയിലേക്കും ഒക്കെ എത്തിക്കും. ഒബിസിറ്റിയിൽ എത്തുമ്പോഴേക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ക്ഷീണം കൂടുതലാവും, അല്ലെ? ഓവർ വെയിറ്റ് ആയ ആൾക്കാരിൽ എനർജി കുറവായിട്ടാണ് കാണുക. ഈ എനർജി കുറയുന്നതിന്റെ ഒരു റീസൺ ഈ നമ്മുടെ അനീമിക് ആയത് കൊണ്ട് കൂടി ആവാം, ഒരു റീസൺ. ഓക്കെ, സോ ഇവിടെയൊക്കെ ഞാൻ പറയാതിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ മാത്രമല്ല, പിന്നെ എന്തുണ്ട്? മയോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ മോളിക്യൂളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് മയോഗ്ലോബിന് 1 ഓക്സിജനുമായിട്ട് കണക്ട് ആവാനാണ് പറ്റുക. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഹീമോഗ്ലോബിൻ രക്തത്തിലൂടെ ഓടി നടക്കും, എന്നാൽ മയോഗ്ലോബിൻ പേശി കോശങ്ങളിൽ സ്റ്റോർ ചെയ്യും. ഏകദേശം 70% വരെ ഹീമോഗ്ലോബിൻ ആയിട്ട് ഓടി നടക്കുന്ന സമയത്ത് ഏകദേശം 30% വരെ പേശി കോശങ്ങളിൽ ഇത് സ്റ്റോർ ചെയ്യണം ചെയ്യാം. അപ്പൊ ഇത് എങ്ങനെയാ നമുക്ക് ഉപയോഗം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന സമയത്ത് മയോഗ്ലോബിൻ അവിടെ നിന്ന് എടുക്കും, പേശികളിൽ നിന്ന് എടുത്തിട്ട് അത് നമ്മുടെ രക്തത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിന് ഹീമോഗ്ലോബിനിലേക്ക് മാറ്റുകയും ചെയ്യും. പക്ഷേ ഇതിനൊരു റേറ്റ് ഉണ്ട്. ആ റേറ്റിൽ കൂടുതൽ വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന്
ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് പുറത്ത് കാണുമ്പോൾ ഒരു പ്രശ്നമില്ല. പക്ഷെ തൊടയുടെ മസിലിന്റെ അവിടെ ചതവുണ്ട്. ഈ ചതവ് വരുന്ന സമയത്ത്, മസ്കുലർ ആയിട്ട് ചതവ് വരുന്ന സമയത്ത് മയോഗ്ലോബിൻ ഹൈ കോൺസെൻട്രേഷനിൽ ബ്ലഡിലേക്ക് എത്തും. ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആള് നമ്മുടെ കിഡ്നിയാണ്. അപ്പൊ അത് കിഡ്നിക്ക് ഓവർലോഡ് കൊടുക്കും. അവിടെ ഇൻസ്റ്റന്റ്ലി നമുക്ക് നോക്കുമ്പോഴും ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ആക്സിഡന്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഇയാളുടെ കിഡ്നിക്ക് തകരാറ് വരിക അല്ലെങ്കിൽ മറ്റ് വലിയ റീസൺസിലേക്ക് എത്തുകയും ചെയ്തു. ഇത് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് ഒരുപക്ഷെ അവിടെ ആ സമയത്ത് നടന്ന, ഇത് എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകാത്ത സിറ്റുവേഷനിലാണ് പലപ്പോഴും ഇങ്ങനെ നടക്കുക. അവിടെ മസിൽസിന് നല്ലോണം ചതവ് വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് ഹെൽപ്പ് അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈവൻ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ കൂടി അന്ന് മുതൽ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവും അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവും ഗുണവും തീർച്ചയായിട്ടും സ്വയമേ നോക്കേണ്ടത് അത്യാവശ്യമാണ്. മയോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിൻ പോലെ തന്നെയാണ്. ഓൺലി തിങ് അതിന്റെ കപ്പാസിറ്റി കുറവാണ്. ആ കപ്പാസിറ്റി കുറഞ്ഞതിന് ഒരുപാട് നേരം ഒരുപാട് അളവിൽ ബ്ലഡിൽ വെച്ചോണ്ടിരിക്കാൻ ശരീരത്തിന് പറ്റാത്തതുകൊണ്ടാണത്. ഓക്കെ, ഇത് വളരെ കൂടുതലായിട്ട് ഗുണം ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് ചില മത്സ്യങ്ങള് വെള്ളത്തിനടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം അതിങ്ങനെ പുറത്തു വരാതിരിക്കും. എങ്ങനെയാ അതിന് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ചില പക്ഷികളൊക്കെ ഉണ്ട് വെള്ളത്തിനടിയിൽ പോയിട്ട്, നീർനായ, ഇതൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഈ മയോഗ്ലോബിൻ ആണ് അതിന് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നത്. ഓക്സിജൻ സ്റ്റോർ ചെയ്യും. ഈ ഓക്സിജനെ അവിടുന്ന് അല്പാൽപമായിട്ട് ഉപയോഗിക്കാൻ അതിന് കഴിവ് കൊടുക്കും. അത് അതിന്റെ ബോഡി അതുമായിട്ട് ഓൾറെഡി താതാത്മ്യം പ്രാപിച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് പ്രധാനമായിട്ട് അനീമിയ ആയിട്ട് പറയുന്നത്. അതേ സമയത്ത് അനീമിയ മാത്രമാണോ? അല്ല. അനീമിയ എന്ന് പറയുന്നതിന്റെ ഒന്നിച്ച് തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന ഒരു സാധനമായിരിക്കും അയൺ കണ്ടന്റ് കുറവാണ്. അല്ലെങ്കിൽ അയണുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ശരിക്കും അയണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഈ ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു RDA WHO ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ അപ്രൂവ് ചെയ്തത് പല ലൈഫ് സ്റ്റേജിനും പല രീതിയിലാണ്, എല്ലാവർക്കും കോമൺ അല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ശരിയാക്കണം. ഞാൻ അതാ പറയാ. കാരണം നമ്മൾ എത്ര അയൺ കഴിക്കുന്നുണ്ടെന്നോ അതിനനുസരിച്ച് നമ്മുടെ നീഡ്സ് കൂടുതലുണ്ടോ കുറയുന്നുണ്ടോ എന്നോ നമ്മൾ അറിയുന്നില്ല. ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളിൽ വളരെ കുറച്ചേ വേണ്ടൂ. അതുപോലെ തന്നെ മെയിലും ഫീമെയിലും തമ്മിലും അത് വ്യത്യാസമുണ്ട്. മെയിലും ഫീമെയിലും തമ്മിൽ ലൈഫ് സ്റ്റേജിനനുസരിച്ച് വ്യത്യാസമുണ്ട്. എങ്ങനെ? അഡോളസൻസ്, പ്രത്യേകിച്ച് അഡോളസൻസ് ആയ ഗേൾസില്, പെൺകുട്ടികളിൽ കൂടുതലായിട്ട് അയൺ ആവശ്യമുള്ള ഒരു സമയമാണ് 14 to 18 അല്ലെങ്കിൽ 12 to 20 എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റേജ്. ആ സമയത്ത് അവരുടെ ശരീരത്തിൽ ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കും, ഇൻക്ലൂഡിങ് പീരിയഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ബ്ലഡ് ലോസും ഉണ്ടാവും. അതുകൂടി അവിടെ കണക്കിലെടുത്തിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആൻഡ് അഡൾട്ട് ആകുമ്പോൾ അതിന് ശേഷം തീർച്ചയായിട്ടും അതിന്റെ റിക്വയർമെന്റ് കൂടുകയാണ് ചെയ്യുന്നത്. അയണിന്റെ റിക്വയർമെന്റ് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളെ ശരീരത്തിന് ഒരുപാട് കഴിവുണ്ട് കേട്ടോ. അതിൽ ഒരു പ്രധാനപ്പെട്ട കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1000 mg വരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 gram വരെ നമ്മളെ ശരീരത്തിൽ അയൺ സ്റ്റോർ ചെയ്യും. ഇതൊക്കെ നമ്മൾ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിന് ഈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് വേണ്ടതിന്റെ അറ്റ്ലീസ്റ്റ് ഒരു 20% നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് ഭക്ഷണത്തിൽ അല്പം കുറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ആ സ്റ്റോറേജിൽ നിന്ന് അത് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് പല സ്റ്റേജുകളായിട്ടാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി തുടങ്ങി, പക്ഷെ നമുക്ക് ഒരു തരത്തിൽ അതിനെ ബാധിച്ചിട്ടില്ല, നമ്മളത് ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്നാൽ അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഈ സ്റ്റോറേജ് ആയിട്ടുള്ള അയൺ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റേജ് അയൺ ഡെഫിഷ്യൻസി ആയി തുടങ്ങി, സ്റ്റോറേജ് ഓൾമോസ്റ്റ് തീർന്നു. അപ്പൊ ശരീരം ഒരു പരിപാടിയും കൂടി എടുക്കും, സിങ്കിനെ ഉപയോഗിച്ചിട്ട് ഈ അനീമിയെ കവർ ചെയ്യും. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിങ്കിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോട്ടീനും കാര്യങ്ങളും ഒക്കെ ശരീരത്തിനകത്ത് വേണ്ട രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ സ്റ്റേജ് 3യിലേക്ക് എത്തും.
അവിടെയും നമ്മൾ സിങ്ക് ഉപയോഗിക്കുമ്പോഴും നമ്മൾ അതിനെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതും സ്റ്റേജ് 3യിലേക്ക് എത്തും. സ്റ്റേജ് 3 ആണ് ആക്ച്വലി അനീമിയ. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സിംറ്റംസ് തുടങ്ങും. അയൺ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാറ്റേൺ തന്നെയുണ്ട്. ഏകദേശം 180ഓളം തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ 5-6 എഴുതിയിട്ടുള്ളൂ. അതും വലിയ വലിയ രീതിയിലുള്ള. ചില ആൾക്കാരിൽ പിത്താശയം ഒക്കെ വലുതാവുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, എൻലാർജ്ഡ് സ്പ്ലീൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, ഗോൾ ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്, കണ്ടിന്യൂസ് ആയിട്ട് ഇച്ചിങ് വരിക, എക്സിമ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരിക, ഹെയർ ലോസ് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഫാറ്റിക്, ഡിസിനസ്, ഡിപ്രഷൻ നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഈ നെർവസ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറൊരു പ്രശ്നമാണ്, വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും നമ്മൾ അറിയാതെ നമ്മുടെ കാലിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് അനങ്ങുന്നത് കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടും കുറച്ചൊക്കെ നമ്മൾ അറിയാതെയാണ്. നമുക്ക് അത് ഇനി ഞാൻ കാൽ അനക്കില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ അത് ഒരു സിൻഡ്രോം എന്ന് പറയാം, ഒരു കൂട്ടം ലക്ഷണങ്ങളാണ്. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയുന്ന രീതിയിൽ തന്നെ അതിനെ കവർ ചെയ്യാറുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും നമ്മുടെ അനീമിയ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി വർക്ക് ചെയ്യുന്നുണ്ട്. ഹേർട്ട് പാൽപിറ്റേഷൻ, റാപ്പിഡ് ഹേർട്ട് റേറ്റ്, ചെസ്റ്റ് പെയിൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്, മസിൽ ഇഷ്യൂസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പാറ്റേണിൽ അയൺ ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകാം. ഓക്കെ, ചില ആൾക്കാരിൽ പെട്ടെന്ന് കോൾഡ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൽ ചെറിയൊരു വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയുണ്ട്. നെയിൽ ബ്രിട്ടിൽ ആവുക, നെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നഖങ്ങളിൽ ക്രാക്ക് വരിക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന രീതിയിലേക്ക് എത്തുക, പൊടിഞ്ഞു പോവുക, ഇതൊക്കെ അയണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവാം. ഇതിനു വേണ്ടിയിട്ട് ഉള്ള അയൺ ടെസ്റ്റുകളാണ് കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ CBC, MCV, MCHC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങൾ. ഇതൊക്കെ നമ്മുടെ നോർമൽ ബ്ലഡ് എടുക്കുമ്പോൾ അറിയാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ടെസ്റ്റ് ഉണ്ട്, LFT, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ഈ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴും അതിൽ തന്നെ കുറച്ച്, ചിലപ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, TIBC, ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി, ഫെറിറ്റിൻ, ട്രാൻസ്ഫെറിൻ, ഇങ്ങനെയുള്ള ചില കണ്ടന്റുകൾ വല്ലപ്പോഴും അവർ ടെസ്റ്റ് ചെയ്യാറില്ല. മീൻസ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോഴേ അവർ ചെയ്യുള്ളൂ. അപ്പൊ ആ LFT നോക്കുമ്പോൾ, അല്ലെങ്കിൽ SGOT, SGPT ഒക്കെ നോക്കിയിട്ട് അവിടെ നിർത്തുകയാണ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഫാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതേസമയത്ത് സംശയം തോന്നുന്ന സിറ്റുവേഷനിൽ, കിഡ്നിക്കോ അല്ലെങ്കിൽ ലിവറിനോ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് സംശയം തോന്നുന്ന സിറ്റുവേഷനിൽ ഫെറിറ്റിനും ട്രാൻസ്ഫെറിനും ഒക്കെ ചെയ്യും. ഫെറിറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഫോമാണ്. ഹീമോഗ്ലോബിൻ ഓടി നടക്കുന്ന ഫോമാണ്, ഒരു ക്ലാസ്സിൽ അടക്കിയെടുക്കുന്ന ഫോമാണ് ഫെറിറ്റിൻ. ഓക്കെ, ഈ ഫെറിറ്റിന് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിനെ ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫെറിൻ രൂപത്തിലാക്കി, ഫെറിറ്റിനെ ട്രാൻസ്ഫെറിൻ രൂപത്തിലാക്കിയിട്ട് പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്ത് അതിനെ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്യണം. ഈ കൺവേർഷനും എഗൈൻ മാക്സിമം നടക്കുന്നത് നമ്മുടെ ലിവറിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ പുതിയ RBC കോശങ്ങൾ ഉണ്ടാക്കുന്ന ബോൺ മാരോയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ഇത് എത്തും. അവിടെ നമുക്ക് ടോട്ടൽ അയൺ ബൈൻഡിങ് കപ്പാസിറ്റി കറക്റ്റ് ആയിട്ടുണ്ടാവണം, ട്രാൻസ്ഫെറിൻ കറക്റ്റ് ആവണം. ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ, അല്ലെങ്കിൽ കുറെ നമ്മുടെ അതിനകത്തുള്ള കുറെ ഡാറ്റയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ അയണിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, കാർബോണിൽ അയൺ ഫോമിലുള്ള അയൺ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അങ്ങ് ദഹിക്കില്ല. ഫെറിക് അയണും ദഹിക്കില്ല. കാർബോണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ അല്ലെങ്കിൽ മിനറൽ ഫോമിലുള്ള അയൺ. ഇത് നമുക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീനച്ചട്ടിയിലൊക്കെ, ഇരുമ്പ് ചട്ടിയിൽ നമ്മൾ ഭക്ഷണം വേവിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരു സംഭവമാണ്. ദഹിക്കുമായിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന അയണിൽ 2 തരാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഹീം എന്ന് പറയും. ഹീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ സോഴ്സ് എന്നുള്ളത്. വേറൊരു ജീവിയുടെ ശരീരത്തില് അത് ഓൾറെഡി അബ്സോർബ് ആയിട്ടുണ്ടായിരുന്നു, അല്ലെ?
അതാണ് ഹീം. മീൻസ് നമ്മളിപ്പോ ഒരു ഫിഷോ അല്ലെങ്കിൽ ഒരു ചിക്കനോ കഴിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഓൾറെഡി അയൺ കണ്ടന്റ് ഉണ്ടല്ലോ. ആ അയൺ കണ്ടന്റ് നമ്മൾ കഴിക്കുമ്പോൾ അതിന് ഹീം അയൺ എന്ന് പറയും. ഹീം അയണിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 10 മുതൽ 30% വരെയാണ്. അതേസമയത്ത് വെജിറ്റേറിയൻ സോഴ്സിൽ നിന്നുള്ള അയൺ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതെങ്കിൽ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 8 മുതൽ 10% വരെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ഗ്രാം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വെറും 8 ഗ്രാമേ ശരീരത്തിൽ അല്ലെങ്കിൽ 10 ഗ്രാമേ ശരീരത്തിലേക്ക് അബ്സോർബ് ആവുള്ളൂ. അതും വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ഒക്കെ ശരീരത്തിൽ വേണ്ടത്ര ഉണ്ടെങ്കിൽ. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് ഫെറസ് ഫോമിലാണെങ്കിൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ശരീരം വേണ്ട രീതിയിൽ ചെയ്തോളൂ. നമ്മൾ അതിനെ പറ്റിയിട്ട് ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞാനത് സൂചിപ്പിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ചിന്തിക്കും അവൻ എപ്പോഴും ഇലക്കറി കൂട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല, പക്ഷെ എങ്ങനെ അവന് അയൺ ഡെഫിഷ്യൻസി വന്നു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇതിന്റെയൊക്കെ ആവശ്യം വരുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് ഇലക്കറികളും പ്രോട്ടീനും കൂടി കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നോൺ ഹീം അയൺ ആണ് കഴിക്കുന്നതെങ്കിൽ അത് അളവ് കൂട്ടിയിട്ട് വേണ്ടിവരും കഴിക്കാൻ, പ്ലാന്റ് സോഴ്സ് എന്നാണെങ്കിൽ. അതിൽ തന്നെ ചില പ്ലാന്റ് സോഴ്സുകൾ വളരെ നല്ലതാണ്. അത് ഇപ്പം മസ്റ്റാർഡ് ഗ്രീൻ, നമ്മുടെ കടുകില്ലേ, കടുക് തന്നെ കടുകിന്റെ മുള വരുന്ന സമയത്താണ് മസ്റ്റാർഡ് ഗ്രീൻ എന്ന് പറയുന്നത്. ആ സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ ഇലകളിൽ ഫെറസ് ബൈഗ്ലിസിനൈറ്റ് അല്ലെങ്കിൽ ഫെറസ് തന്നെ അതിന്റെ മറ്റ് ചില ഫോർമുലേഷൻസ് ഉണ്ടാവുക, സൾഫേറ്റ് ഫോർമുലേഷൻ അല്ല. സൾഫേറ്റ് ഫോർമുലേഷൻ നമ്മൾ എന്ത് കഴിച്ചാലും ശരീരത്തിൽ ഒരുപാട് ഗുണം തരില്ല, അത് കോമൺ ആണ്. അതേ സമയത്ത് നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ സൾഫേറ്റ് ഫോമില, കാരണം അതാണ് ഈസി ടു മേക്ക്. അപ്പൊ നമുക്ക് ചെറിയ പൈസക്ക് കൂടുതൽ ഗുണം വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാർക്കറ്റിൽ പോകും. അതിപ്പോ ഒരു ചുരിദാർ വാങ്ങിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഷർട്ട് വാങ്ങിക്കാൻ പോകുമ്പോഴും കുറച്ച് പൈസക്ക് നല്ല ഷർട്ട് വാങ്ങിച്ചിട്ട് വരാം. പോസിബിൾ അല്ലല്ലോ, നോർമലി പോസിബിൾ അല്ല, അല്ലെങ്കിൽ അത് ഡിഫക്റ്റഡ് പീസ് ആയിരിക്കും. അപ്പോ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ശരീരത്തിലെ പല ന്യൂട്രീഷനെ പറ്റി മനസ്സിലാക്കുമ്പോഴും നമ്മളത് അറിയുന്നത് നല്ലതാണ്. ഓക്കെ, നല്ല രീതിയിൽ ഭക്ഷണത്തിൽ അയൺ അവൈലബിൾ ആയിട്ടുള്ള ചില സാധനങ്ങൾ ഈ പറഞ്ഞ എന്താ നോൺ ഹീം സോഴ്സ്, ഹീം സോഴ്സ് ആണെങ്കിൽ ബീഫ് അല്ലെങ്കിൽ പോർക്ക്, അതുപോലെ തന്നെ ഈ എന്താ നമ്മുടെ കോഴിക്കോടൊക്കെ വളരെ കൂടുതലായിട്ടുള്ള ഒരു സാധനമാണിത്. ഓക്കെ, പൊട്ടറ്റോ, എല്ലാ തരത്തിലുള്ള ലെന്റിൽസ് മീൻസ് ബീൻസ് വെറൈറ്റി എല്ലാത്തിലും ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നാണ് പാലക്ക് അല്ലെങ്കിൽ സ്പൈനച്ച്. ഈ സ്പൈനച്ച് ഒക്കെ നോർമലി നമ്മൾ വെറുതെ ഭക്ഷണം കഴിക്കുന്നത് കുറവാ. എന്താക്കിയിട്ട് അത് കഴിക്കുക, പാലക് പനീർ, പാലക് ചിക്കൻ മോഡലിലൊക്കെ അവിടെയാണ് അത് ദഹിക്കുന്ന രൂപത്തിലേക്ക് മാറുന്നത്. നമ്മൾ കോമൺലി പറയുന്ന ചില സാധനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഈന്തപ്പഴം അല്ലെ, അതുപോലെ തന്നെ അനാറ്. നമ്മൾ ആദ്യം പറയുന്ന സാധനങ്ങൾ എന്തൊക്കെയാ, ഭക്ഷണത്തില് നല്ലതാണ്, അയൺ കുറവുണ്ട്, നമ്മൾ ഇത് കഴിക്കാൻ പോയി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവർ കുറച്ച് മാതള നാരങ്ങ വാങ്ങിച്ചിട്ട് വന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇതിനകത്തൊന്നും അങ്ങനെ കാര്യമാത്രമായിട്ടുള്ള അയൺ ഇല്ല. ഈന്തപ്പഴത്തിലൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് അതിന്റെ ഫ്രക്ടോസ് വളരെ കൂടുതലാണ്. രണ്ടാമത്തത് ഈ ഫ്രക്ടോസ് കൂടാതെ തന്നെ അതിനകത്തുള്ള ഷുഗർ കണ്ടന്റും ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് ഒരുപാട് ഗുണം ചെയ്യുന്നതിന് പകരം ദോഷമാണ് ചെയ്യുന്നത്. ഇപ്പൊ മുട്ടയുടെ കാര്യം തന്നെ ഞാൻ എടുക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ ഇപ്പോ ബോയിൽഡ് എഗ് കഴിക്കാത്ത ആരും ഉണ്ടാവില്ല ഒരു പക്ഷെ. ഈ ബോയിൽഡ് എഗ് കഴിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന അതേ രീതിയിലാണോ നമുക്ക് മാർക്കറ്റിൽ പോയി ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുമ്പോൾ കിട്ടുന്നത്? അല്ല, അതിന്റെ ഫുൾ ഒരു പക്ഷെ ഈവൻ അതിന്റെ മഞ്ഞയോടടുക്കുന്ന ഭാഗത്ത് നല്ലോണം ഒരു ഡാർക്ക് കളർ ഉണ്ടാവാം. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ കുക്കിംഗ് ആണ് ഇവിടെയൊക്കെ പ്രശ്നം. ഈ ഓവർ കുക്ക് ആവുന്ന സമയത്ത് മുട്ടയ്ക്കകത്തുള്ള പ്രോട്ടീന്റെ കൂടെ തന്നെ അയൺ വളരെ ഫാസ്റ്റ് ആയിട്ട് അതിന്റെ യെല്ലോന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അവിടെ പോയിട്ട് അത് അടിയുണ്ടാക്കും, പ്രോട്ടീനുമായിട്ട് യോജിച്ച് പല കോമ്പിനേഷനിലേക്ക് എത്തും. അതാണ് അവിടെ ആ മഞ്ഞയ്ക്ക് ചുറ്റും കറുത്ത നിറത്തുക. ഇത് എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ മുട്ട ഓവർ കുക്കാണ്. ഓവർ കുക്കായ മുട്ടയിൽ പ്രോട്ടീൻ അല്ലെങ്കിൽ മറ്റ് ന്യൂട്രീഷൻ ഗുണങ്ങൾ വളരെ കുറവായിരിക്കും.
മുട്ട ബോയിൽ ചെയ്യാതെ കഴിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, പച്ചമുട്ട കഴിക്കാനല്ല. പച്ചമുട്ടയിൽ തന്നെയുള്ള ചില പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിൽ വേറൊരു രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ കൂടുതലായിട്ട് നമ്മൾ മസ്കുലാർ എക്സസൈസ് ചെയ്യേണ്ടി വരും, മസിൽ ബിൽഡിംഗ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യേണ്ടി വരും. അപ്പോഴേ ആ പ്രോട്ടീൻ അവിടെ യൂസ്ഫുൾ ആവുന്നുള്ളൂ, അതും ഒരു ലിമിറ്റ് വരെ. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ കുക്കിംഗ് ഒഴിവാക്കുക. ഓവർ കുക്ക് ചെയ്യുമ്പോൾ വൈറ്റമിൻ സിയും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് കുറയും, വൈറ്റമിൻ ഡിയും കിട്ടുന്നത് കുറയും. പച്ചക്കറികള് നമ്മൾ മുറിച്ചിട്ട് കഴുകാതിരിക്കുക, കഴുകിയിട്ട് മുറിക്കുക, അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു ഹാഫ് കുക്ക് ചെയ്തതിന് ശേഷം കഴിക്കുന്നതായിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഗുണം ചെയ്യുക. ഓക്കെ, അത് പലപ്പോഴും പറ്റുകയാണെങ്കിൽ പ്രോട്ടീൻ കോമ്പിനേഷനുമായിട്ട് ഒരുപക്ഷെ പരിപ്പ് വർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പനീർ വർഗ്ഗങ്ങളോ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്ത് അത് കൂടുതൽ ഗുണം ചെയ്യുന്നുണ്ടാവും.